പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ലൈവിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചെയ്ത ലൈവിൽ യഹോവ സാക്ഷികൾ എന്നുള്ള ഗ്രൂപ്പ് അവർ ആയിരിക്കുന്ന പലതര ദുരുപദേശങ്ങൾ, ആ ദുരുപദേശങ്ങൾ എങ്ങനെ അവരിൽ വന്നു എന്നും അവരിൽ എങ്ങനെ ആ തരത്തിലെ വിശ്വാസങ്ങളെല്ലാം അവരിൽ ഉറച്ചു എന്നുള്ള കാര്യത്തെപ്പറ്റി ഉള്ള ചർച്ചകളാണ് നമ്മൾ കഴിഞ്ഞ ആ ഒരു ലൈവിൽ നമ്മൾ നോക്കിയതും പറഞ്ഞതും. ഇന്ന് ഞങ്ങൾ കുറച്ചുകൂടെ ആ വചനങ്ങൾ ഒന്ന് കാണിച്ചിട്ട് എന്താണ് അവർ വചനത്തിൽ വരുത്തിയിരിക്കുന്ന വിശ്വാസം എന്ന് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ക്ലോസ്ലി കാണുവാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം നമ്മൾ പിന്നെയും ഓർമ്മിപ്പിക്കുന്നു. 1830കളിൽ തുടങ്ങിയ അഡ്വന്റിസ്റ്റ് മൂവ്മെന്റിൽ നിന്നും വന്ന ഒരു ഗ്രൂപ്പാണ് ഈ യഹോവ സാക്ഷി എന്നുള്ള ഗ്രൂപ്പ്. ഏകദേശം 1870കളിലാണ് ഇവർ അഡ്വന്റിസ്റ്റ് ഗ്രൂപ്പിൽ നിന്നും വിഭിന്നമായി അല്ലെങ്കിൽ വ്യത്യസ്തമായി അല്ലെങ്കിൽ മാറി അവര് പ്രവർത്തിക്കുവാൻ തുടങ്ങിയത്. ഇവര് ഏകദേശം 1995 കർത്താവായ യേശു ക്രിസ്തു തിരിച്ചു വരും എന്നുള്ള പ്രഖ്യാപനം നടത്തിയ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ ലോകം മൊത്തം പരത്തി ലോകരിൽ പലതര കാര്യങ്ങളെ അല്ലെങ്കിൽ അവരിൽ കുറച്ച് പേടി കൊണ്ടുവരുവാൻ നോക്കിയ ഗ്രൂപ്പ് തന്നെയാണ്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് 1995 ഉണ്ടാകാതെ ഇരുന്നപ്പോൾ അത് ഒരു 1915 ആദ്യം അവർ ചെയ്ത ആ പ്രഖ്യാപനം അത് ശരിയാകാഞ്ഞു വന്ന് പിന്നെ പല ഡേറ്റുകൾ അവർ പിന്നെ കൊടുക്കുകയുണ്ടായി. പക്ഷെ 1915 ആ ഒരു വരവ് ഉണ്ടാകാതിരുന്നപ്പോൾ അവര് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ഒരു കാണാൻ പറ്റാത്ത പ്രത്യക്ഷതയാണ് അന്നുണ്ടായത്. ഇനി കാണാൻ പറ്റുന്ന ഒരു പ്രത്യക്ഷത ഉണ്ടാകുമെന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ് ഈ യഹോവ സാക്ഷിയും അഡ്വന്റിസ്റ്റും കൂടിച്ചേർന്നുള്ള ഗ്രൂപ്പ് ആ സമയത്ത് നിലനിന്നിരുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് എന്തുകൊണ്ട് ഇവരിൽ പലതര വിശ്വാസങ്ങൾ കടന്നു വരികയും ഇവര് തൃത്വം എന്ന ഗ്രൂപ്പിന്റെ എതിരായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഉത്തരം ഇല്ലാതെയാകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയും എന്തുകൊണ്ട് നമ്മുടെ വിശ്വാസം ബൈബിൾ അധീനമായി അല്ലെങ്കിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെയാണ് ഞങ്ങൾ കാണുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് എന്ന് ഉള്ള കാര്യം അത് മറ്റുള്ളവർക്ക് വചനത്തിൽ കൂടെ കാണിച്ചു തരുവാനുള്ള അവസരമാണ്. അതിനായി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ കാണുന്നത് പലരും ഈ ഒരു കാര്യങ്ങളെ എടുത്ത് പല സോഷ്യൽ മീഡിയയിലും ഞങ്ങളുടെ എതിരായിട്ട് വരുന്നു എങ്കിലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ആ ഒരു വിശ്വാസങ്ങളെ ഖണ്ഡിക്കുക അല്ലെങ്കിൽ തെറ്റായ ഈ പ്രചരണങ്ങളെ മാറ്റി ഞങ്ങൾ കാണിക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തിയിലാണ് ഞങ്ങൾ കൂടുതൽ ഇപ്പോൾ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ ആൾക്കാർ ഈ യഹോവ സാക്ഷിയും പല തരത്തിലെ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് നടക്കുന്ന പലരും അവരെ ഞങ്ങൾ ചെന്നായ്ക്കളെ പോലെ തന്നെയാണ് കാണുന്നത്. അവര് ആടുകളെ തെറ്റിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചവരാണ്. അവരെ ഒരിക്കലും നമുക്ക് മാറ്റി എടുക്കാൻ സാധിക്കത്തില്ല. പക്ഷെ എന്നാൽ പലരും അവരുടെ ചതി കണ്ട് അല്ലെങ്കിൽ അവരുടെ വർത്താനങ്ങൾ കേട്ട് വീണു പോകുന്നവർ പലരുമുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ ഇത് കണ്ട് സത്യം മനസ്സിലാക്കട്ടെ എന്ന് ഞങ്ങൾ കാംക്ഷിക്കുന്നു, കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ ആദ്യം എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വാക്യം ഇവിടെ ഇടുന്നതായിരിക്കും. എന്നിട്ട് അതിന്റെ മേളിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ എടുക്കാൻ ആഗ്രഹിക്കുന്ന വാക്യം ഈ ജനസിസ് 1-1-2 വാക്യമാണ്.
അപ്പോൾ ആദ്യത്തെ വാക്യം ആണ് നമ്മൾ ഇത് വളരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ വാക്യത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആദിയിൽ എന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ഇൻ ദ ബിഗിനിങ് എന്ന് ഇംഗ്ലീഷിൽ വരുന്ന വാക്യം ആദിയിൽ എന്നുള്ളത് അവർ ആരംഭത്തിൽ ആക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിയിൽ എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത്. വേറെ ആരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ആരംഭത്തെ നമുക്ക് കുറിക്കാം, അല്ലെങ്കിൽ ഭൂമിയുടെ സൃഷ്ടിയുടെ ആരംഭം എന്ന് നമുക്ക് ചിലപ്പോൾ കുറിക്കാൻ പറ്റും. അപ്പൊ അത് ശരിക്കുമുള്ള ആദിയിൽ എന്നുള്ള വാക്യത്തിന് വിപരീതമായ ഒരു വാക്യം ആണ് വരുന്നത്. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു അല്ലെങ്കിൽ കിടന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. അത് ഏകദേശം ആ ഒരു വ്യത്യാസം തന്നെ വരും. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലുള്ളപ്പോൾ പറഞ്ഞു, മനുഷ്യപുത്രനെതിരായിട്ട് എന്തെങ്കിലും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ക്ഷമിക്കുന്നതായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനെ പറ്റി, പരിശുദ്ധാത്മാവിനെ പറ്റി എന്തെങ്കിലും എതിരായിട്ട് സംസാരിച്ചാൽ അത് ഒരിക്കലും സ്വർഗം ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ ഒരു സമയം ഈ ദൈവത്തിന്റെ ആത്മാവെന്ന വാക്യം വരുന്നത് അത് ചലനാത്മക ശക്തി എന്ന് വിവർത്തനം ചെയ്ത് അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ എഴുതിയ ഗ്രൂപ്പാണ് ഈ യഹോവ സാക്ഷിയുടെ ഗ്രൂപ്പ്. ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും JW മലയാളം ബൈബിളിന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ പോയിട്ട് കാണാവുന്നതാണ്. ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും മറയ്ക്കാനില്ല, നിങ്ങൾക്ക് തന്നെ പോയി ഇത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് കണ്ടെത്തിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃത്വത്തിന്റെ ഒരു ഗ്രൂപ്പിന്റെ വെബ്സൈറ്റിൽ തന്നെയാണ് ഇത് കണ്ടെത്തുന്നത്. അപ്പോൾ അവര് ഇതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നതെന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് കുറെ കൂടെ ഇതിനെപ്പറ്റി ഒരു കാര്യം വരുന്നത്. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പൊ പരിവർത്തിച്ചു കൊണ്ടിരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവിടെ ആത്മാവ് അവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവിടെ ചലനാത്മക ശക്തി. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ആ ഒരു ശക്തി ഉണ്ടെന്നുള്ള കാര്യമല്ല അവിടെ നോക്കുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് ചലനാത്മക ശക്തി എന്ന് അവിടെ അവര് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് തൃത്വക്കാര് പറയുന്നു അങ്ങനെ ചലനാത്മക ശക്തി എന്ന് എഴുതാൻ പറ്റത്തില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് വ്യക്തിയാണെന്നാണ് പറയുന്നത്. അപ്പൊ സംസാരിക്കുന്ന ഏതും വ്യക്തിയാണെന്നാണ് തൃത്വക്കാര് പറയുന്നത്. ഇവർ ചലിക്കുന്നത് കൊണ്ട് ചലനാത്മക ശക്തിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പ്രസന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളോട് ഈ ഒരു സ്ലൈഡിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ജോയ് പാസ്റ്ററിനെ ക്ഷണിക്കുന്നു. ഇവിടെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നു ദൈവം ആത്മാവാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 4:24 എന്ന് പറഞ്ഞാൽ ആത്മാവാകുന്നു. അതുപോലെ ദൈവം അദൃശ്യനാകുന്നു. ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ദൈവം മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവം ചെയ്ത പദ്ധതി, താൻ തനിക്കായി ഒരു ശരീരം ഒരുക്കി. ഈ ആത്മാവായ ദൈവം മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ എബ്രായ ലേഖനം 2:14 പറയുന്ന പ്രകാരം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതികളിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അപ്പോൾ മക്കളാണ് ജഡവും രക്തവും ഉള്ളത്. രക്തത്തിലാണ് പാപം കടന്നിരിക്കുന്നത്. അതുകൊണ്ട് രക്തം ചൊരിയാതെ പാപമോചനമില്ല എന്ന് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതിന് ദൈവം കണ്ടുപിടിച്ച മഹത്വമേറിയ ഒരു മാർഗമാണ്
ദൈവം ജഡത്തിൽ വെളിപ്പെടുക എന്നുള്ളത്. ഈ ജഡം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ജഡത്തിൽ താൻ കഷ്ടത അനുഭവിച്ചു, ജഡത്തിലാണ് താൻ പാപം ഏറ്റെടുത്തത്. അങ്ങനെ ദൈവം ഒരു ശക്തിയാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അവൻ സർവശക്തനാണ്. മറ്റൊന്ന്, ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ, ദൈവത്തെ അല്ലെങ്കിൽ ഈ ആത്മാവായ ദൈവത്തെ ഒരു വ്യക്തിയായിട്ട് കാണുന്നുവെങ്കിൽ ദൈവത്തെ വ്യക്തി എന്ന് പറയാൻ പറ്റുകയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആളത്വം, ദൈവം ഒരാളത്വം അത് കാണണമെങ്കിൽ കൊലോസ് ലേഖനം 2:9 പറയുന്ന പ്രകാരം, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി യേശുവിൽ വസിക്കുന്നത്. യേശുവിലൂടെ അല്ലാതെ ആത്മാവായ ദൈവത്തെ ഒരു ആളെന്ന നിലയിൽ കാണുവാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ യഹോവ സാക്ഷികളുടെ പഠിപ്പിക്കൽ, ദൈവം ആത്മാവാണ്, ഈ ആത്മാവ് ഒരു ശക്തി മാത്രമാണ്, ഒരിക്കലും ദൈവം ഒരാളത്വമല്ല എന്നുള്ള ദുരുപദേശം അവർ പഠിപ്പിക്കുന്നു. തികച്ചും ബൈബിളിന് വിരുദ്ധമാക്കി പഠിപ്പിക്കുകയും ദൈവവചനത്തിൽ യേശു ക്രിസ്തുവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ യേശുവിനെ കേവലം പുത്രനായി മാത്രം തരം താഴ്ത്തി. കാരണം പുത്രത്വം എന്ന് പറഞ്ഞാൽ ഒരു താണ നിലവാരം ഉള്ളതാണ് എന്ന് ബൈബിൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആ നിലയിലേക്ക് വന്നതാണ്, ദൈവം ശരീരമെടുത്ത് വന്നതാണ് എന്ന് അവർ പഠിപ്പിക്കുന്നില്ല. വാസ്തവത്തില് അവൻ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ ദൈവം ഒരു ശക്തിയാണോ എന്ന് ചോദിച്ചാൽ അവൻ സർവശക്തനാണ്. ദൈവം ഒരു ആളത്വമുണ്ടോ, ദൈവത്തിന് ആളത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് യേശുവിൽ മാത്രമാണ്. അതാണ് കൊലോസ്യ ലേഖനം 1:15 വായിക്കുമ്പോൾ, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപം എന്നാ പറയുന്നത്. അപ്പം ദൈവത്തെ ഒരാളെന്ന നിലയിൽ ദൈവത്തിന് ഒരാളത്വമുണ്ടെങ്കിൽ യേശുവിൽ മാത്രമാണ്. അതുകൊണ്ട് ദൈവം ആത്മാവാകുന്നു. ആത്മാവ് കേവലം ഒരു ശക്തി മാത്രം എന്ന് പഠിപ്പിക്കുന്ന ഈ യഹോവ സാക്ഷികളുടെ ഉപദേശം പരിപൂർണമായ ദുരുപദേശമാണ്. അത് പൂർണ്ണമായി തള്ളിക്കളയേണ്ടതാണ്. അത് പൂർണ്ണമായിട്ട് അത് ഒരു മനുഷ്യന് ഗുണം ചെയ്യുന്ന ഒന്നല്ല. അത് തന്നെയല്ല, ഇത്രമാത്രം ശാപത്തിന്റെ കീഴിൽ നമുക്ക് കഴിഞ്ഞ ഈ അടുത്ത നാളുകളിൽ കളമശ്ശേരിയിൽ നടന്ന ആ സംഭവത്തെ കുറിച്ച് നമുക്കറിയാം. കുറച്ചുപേര് മരിച്ചു. യഹോവ സാക്ഷിയിൽ തന്നെ പോയ വ്യക്തിയാണ് ആ പ്രവൃത്തി ചെയ്തെന്നുള്ളപ്പോൾ മാനസാന്തരം എന്നുള്ളത് ദൈവവചനപ്രകാരമുള്ള യഥാർത്ഥ പഠിപ്പിക്കലില്ല എന്നുള്ളതിന്റെ തെളിവാണ്. കാരണം അദ്ദേഹത്തെ നേരിട്ട് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ മൂപ്പന്മാർക്കൊന്നും മറുപടി പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം അതേ രീതിയിൽ, അങ്ങനെയാണ് ഇവരുടെ കസ്റ്റഡിയിൽ കിട്ടുന്നത് വരെ കിട്ടാൻ വേണ്ടി പലയിടത്തും ചെല്ലും. നമ്മളൊരു ബൈബിളുമായിട്ട് ഇവരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾക്ക് ഇപ്പൊ പറ്റില്ല, ഞങ്ങളുടെ മൂപ്പന്മാർ വരട്ടെ എന്ന് പറഞ്ഞ് ഇവര് ഇറങ്ങിപ്പോകും. ഇവര് ദൈവത്തോട് പ്രാർത്ഥിക്കുകയില്ല. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ പോലും അതിൽ പോലും അവർ സഹകരിക്കുകയില്ല. അവർ സഹകരിക്കാതിരിക്കും നല്ലതാണ്. എന്നാൽ ഇതുപോലെ ഒരു ദുരുപദേശം, ദൈവത്താൽ ശാപം കിട്ടിയ, ദൈവം തള്ളിക്കളഞ്ഞ, ശാപഗ്രസ്തമായ ഒരു ഗ്രൂപ്പാണ് യഹോവ സാക്ഷി എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്ന് ശക്തമായിട്ട് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു. ബൈബിൾ അവർ തിരുത്തി. ബൈബിൾ തിരുത്താൻ ഇവർക്കാരാ അധികാരം കൊടുത്തത്? അവരാണോ തിരുത്തേണ്ടത്? ബൈബിൾ തിരുത്തുക, അവർക്ക് ഇഷ്ടമുള്ള വഴി, അവരുടെ ദുരുപദേശം എങ്ങനെ കുത്തിക്കയറ്റാം ആ നിലയിലേക്ക് ബൈബിളിനെ അവര് ആക്കി തീർത്തു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചിന്തിക്കണം, ബൈബിളൊക്കെ ഇങ്ങനെ തിരുത്താം എന്ന് ചിന്തിക്കത്തക്ക വിധത്തിൽ അതിനെ കോട്ടിക്കളയുന്ന ഒരു വലിയ ദുരാത്മാവാണ് ഈ ഗ്രൂപ്പിലുള്ളത്. അതുകൊണ്ട് ഇവിടെ ആ ചലനാത്മക ശക്തി എന്ന് പറയുമ്പോൾ ദൈവത്തെയാണ് കേവലം ഒരു ശക്തി മാത്രമാണ് എന്ന് പഠിപ്പിച്ച് തരം താഴ്ത്തുന്നത്. ദൈവം ഒരു ശക്തിയാണ് എന്ന് പറയുമ്പോൾ അവൻ സർവശക്തനാണ്. അപ്പോൾ തന്നെ അവനെ ആളത്വത്തോടെ കാണുവാൻ, ദർശിക്കുവാൻ കഴിയുന്ന
ഒന്ന് കർത്താവായ യേശുവാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു, പിതാവിനെ കാണുവാൻ വേറെ മാർഗമില്ല. യേശുവാണ് അവൻ യഥാർത്ഥത്തിൽ ദൈവമായും അതുപോലെ തന്നെ വീരനാം ദൈവമായും നിത്യപിതാവായും പുത്രനായും വെളിപ്പെട്ട യേശു ക്രിസ്തു. അവൻ ഒരു ശക്തി മാത്രമല്ല, അവന് ശക്തിയുണ്ട്, എന്നാൽ ശക്തി മാത്രമല്ല, അവൻ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന, ആളത്വത്തോടെ വസിക്കുന്ന യേശു ക്രിസ്തുവിൽ മാത്രമാണ്. താങ്ക് യു പാസ്റ്റർ. അപ്പൊ നമ്മള് ഇവിടെ കാണുന്നു, ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ നിഷേധിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അതിനെ വെറും ഒരു ചലിക്കുന്ന ശക്തിയാക്കി മാറ്റി. ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുമ്പോൾ സർവ ഗുണങ്ങളുള്ള ആത്മാവായിരിക്കണം, അതിന് ചലനത്തിന്റെ ശക്തി മാത്രമാണ് എന്ന് അതിനെ ഒരു ലിമിറ്റ് ചെയ്യുന്ന കാര്യമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഞാൻ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകുമ്പോൾ ഇന്നതിന് മുമ്പേ ഈ ഒരു കാര്യം തന്നെ നമ്മൾ ഒറിജിനൽ ഹീബ്രുവിൽ എന്താണ് എഴുതിയേക്കുന്നത്? ഒറിജിനൽ ഹീബ്രുവില് ഇൻ ദ ബിഗിനിങ് എന്ന് തന്നെയാണ് കറക്റ്റ് ആയിട്ട്. ഇൻ ദ ബെരഷിത്ത് എന്ന വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദിയിൽ എന്നുള്ള വാക്യം അതിന് കറക്റ്റ് ആയിട്ടുള്ള വാക്യത്തിൽ തന്നെയാണ് തൃത്വം ചെയ്യുന്ന സഹോദരൻ. BSI ബൈബിൾ എഴുതിയേക്കുന്നവര് മിക്കവാറും ഭൂരിപക്ഷം തൃത്വക്കാരാണ്. അവർ അതിനകത്ത് ചേഞ്ച് ചെയ്യാതാണ് എഴുതിയിരിക്കുന്നത്. അവർ പറയുന്നത് അവിടെ ദൈവവും ദൈവത്തിന്റെ ആത്മാവുമാണ് കൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ്, റൂഹ എന്നുള്ള കാര്യമാണ് അവിടെ എഴുതിയേക്കുന്നത്. റൂഹ എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവിനെ പറ്റിയുള്ള കാര്യമാണ്. ദൈവത്തിന്റെ എലോഹിം വ റൂഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ആൻഡ് ദ സ്പിരിറ്റ് വാസ് ഹവറിങ്. ഗോഡ് ആൻഡ് ദ സ്പിരിറ്റ്, അവിടെ ദൈവവും ദൈവത്തിന്റെ ആത്മാവും എന്നാണ് ശരിക്കും വരേണ്ടത്. ആക്ച്വലി ദൈവവും ദൈവത്തിന്റെ ആത്മാവുമാണ് അവിടെ ഭൂമിയുടെ മേളിൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. അപ്പൊ അവിടെയും ഒരു ചെറിയ അവിടെ ദൈവത്തിന്റെ ആത്മാവെന്ന് എഴുതിയിരിക്കുന്നു. ദൈവവും ദൈവത്തിന്റെ ആത്മാവുമാണ് അവിടെ കൂടെ ഉള്ളതെന്ന് നമ്മൾ ഒറിജിനലിനകത്ത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആത്മാവെന്ന് തന്നെ അവിടെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ദൈവത്തിന്റെ ആത്മാവെന്ന് അവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ദൈവം ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് വേറൊരു വ്യക്തിയല്ല, ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് അവിടെ അല്ലെങ്കിൽ പ്രവർത്തനം ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട്. ഇത് തന്നെയാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം അതിനകത്ത് ആദ്യത്തെ വാക്കിൽ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അവിടെ വചനം എന്ന ദൈവത്തിന് വേണ്ടി തിയോൺ ഉപയോഗിച്ചിരിക്കുന്നു, യേശുവിന് വേണ്ടി, ലോഗോസിന് വേണ്ടി തിയോസ് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ സണ്ണി മാപ്പിള എന്ന് പറഞ്ഞിട്ട് ഒരു വിദ്വാനുണ്ട്. അദ്ദേഹം ഗ്രീക്ക്, എനിക്ക് തോന്നുന്നത് ഗ്രീസിൽ പോയി തന്നെ പഠിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പുള്ളി ഏതെങ്കിലും ഗ്രീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രീക്ക് പഠിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ ഭയങ്കര ഗ്രീക്കിന്റെ വിദ്വാനം ആണെന്നാണ് ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ പുള്ളി പറയുന്നത് തെയോൺ ഉള്ളത് മാത്രമേ പിതാവിന് ഉപയോഗിക്കൂ എന്ന് ആണ് പറയുന്നത്. തെയോസ് എന്നത് യേശുവിന് വേണ്ടി, പുത്രന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്. അപ്പോൾ ഈ തെയോസും തെയോണും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് നമ്മൾ ഡീപ്പായിട്ട് പോയി പഠിച്ചു കഴിഞ്ഞാൽ അത് ഗ്രാമർ അനുസരിച്ചാണ് മാറി വരുന്നത്. ഒരിക്കലും അത് ദേവൻ അല്ലെങ്കിൽ ദൈവത്തെ കാണിക്കാനല്ല. ദേവൻ സിംഗുലറിന് ഉപയോഗിക്കുന്ന വാക്യത്തിനകത്ത് ദൈവം എന്ന സിംഗുലർ പദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനകത്ത് തെയോസുമുണ്ട്, തെയോണുമുണ്ട്, തെയോയുമുണ്ട്. തിയോന്ന് മാത്രവും എഴുതും, തീന്ന് മാത്രം എഴുതുകയും താനും. പ്ലൂറലായിട്ട് ഉപയോഗിക്കുന്ന തെയോൺ എന്ന് ഉള്ള വാക്യം ഉണ്ട്. തെയോൺ പ്ലൂറലായിട്ട് ഉപയോഗിക്കുന്നതുണ്ട് തെയോൺ. പക്ഷെ അത് ഗ്രാമർ അനുസരിച്ചിരിക്കുമെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഗ്രീക്ക് അറിയുന്ന ആൾക്കാർ എഴുതി വെച്ചേക്കുന്നുണ്ട്. ഈ വിദ്വാൻമാരൊക്കെ എവിടുന്ന് വന്നാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഞാൻ വേറെ ഒരെണ്ണം അപ്പോസ്തോല പ്രവൃത്തിയിൽ കണ്ടത്, ഇവിടെ ദൈവം യേശുവിനെ ഉയർത്തി എന്ന അപ്പോസ്തോല പ്രവൃത്തിയുടെ 2-ാമത്തെ അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ ദൈവം യേശുവിനെ ഉയർത്തി എന്നുള്ള കാര്യം പറയുമ്പോൾ തെയോസ് എന്ന് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അവിടെ പിതാവിനെ പറ്റിയാണ് തന്നെയാണ്, ദൈവം ഏകദൈവമായ പിതാവിനെ പറ്റിയാണ് തന്നെയാണ് പറയുന്നത്. അവിടെ തെയോസ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് എല്ലാവരെയും കവിളിപ്പിക്കുന്ന കാര്യമാണ്. തെയോസ് പിതാവിന് വേണ്ടി ഉപയോഗിക്കത്തില്ല, തെയോൺ എന്ന് മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കുകയും
തിയോസ് എന്നുള്ളത് അത് ഒരു വേറൊരു ദൈവമായിരിക്കുന്ന യേശു, അല്ലെങ്കിൽ ഇവര് ഒരു വേറൊരു ദൈവം എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിനകത്ത് എ ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവവും ദൈവത്തിന്റെ ആത്മാവും, ഇവിടെ നമ്മൾ കാണുമ്പോൾ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് തന്നെ. ദൈവം എന്ന് പറയുമ്പോഴത്തേക്ക് ആത്മാവ് തന്നെയാണ്. വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ ആത്മാവ് തന്നെ എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു. ദൈവം എന്ന് ആരെയെങ്കിലും പറയണമെങ്കിൽ ദൈവം ആത്മാവാകും. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, ദൈവം അവിടെ പ്രവൃത്തി ചെയ്യുന്നത്. അവിടെ പറയുന്നു സകലതും അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. അത് വളരെ വ്യക്തമായിട്ട് യഹോവ സാക്ഷിക്കാരും അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. സകലതും അവനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ചോദിക്കാൻ പോകുന്നത് ഗീ വർഗീസിനോടാണ്. ഈ സ്ലൈഡുകൾ വെച്ചിട്ട് എന്താണ് ഗീ വർഗീസിന്റെ പറയാനുള്ളത്? ഈ സ്ലൈഡുകൾ വെച്ച് എനിക്ക് പറയുവാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം പലപ്പോഴും ഏകനാണ്. ഈ യഹോവ സാക്ഷികൾ പറയുന്നത് പോലെ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് അവരൊരിക്കലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, യെശയ്യാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാവിന്റെ പുസ്തകം 9:6 പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോ ആ ഒരു കാര്യത്തെ ഇവരെന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു എന്താണ്? വെറും പുത്രൻ മാത്രമാണ്. കാരണം ദൈവത്തിന് ഒരിക്കലും ജഡത്തിൽ വെളിപ്പെടാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അപ്പോസ്തലന്മാരെല്ലാം പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു ദൈവമാണ് തന്നെയാണ്. അവർ അതിൽ എന്താണ്, ഒരിക്കലും അവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ വന്നത് ഒരിക്കലും ദൈവമാണെന്ന് അംഗീകരിക്കുവാൻ യഹോവ സാക്ഷികൾക്ക് കഴിയില്ല. കാരണം അവർ വിചാരിക്കുന്നു ദൈവത്തിന് ഒരു ജഡമെടുക്കാനോ ദൈവത്തിന് ദൈവമായി ഇരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നവർ വിശ്വസിക്കുന്നു. കാരണം അവരുടെ കണ്ണുകളെ ദൈവം പിശാച് കുരുടാക്കിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ ഇതാണ് നമുക്ക് ഇതിൽ കൂടെ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് 1 തിമോത്തി 3:16 നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലെ, ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നു എന്നുള്ളതാണ്. 1 തിമോത്തി 3:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. അവൻ എന്ന് പറയുമ്പോൾ ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മള് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 10-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു, പീലിപ്പോസ് 8-ാമത്തെ വാക്യത്തിൽ പീലിപ്പോസ് ചോദിക്കുന്നുണ്ട്. പീലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, ഞാൻ ഇത്രയും കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ പീലിപ്പോസ്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം പിതാവ് മറ്റൊരാളായിരുന്നെങ്കിൽ യേശു ക്രിസ്തു അങ്ങനെ പറയത്തില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് ഞാൻ വിൽസൺ ബ്രദറും മറ്റൊരാളാണ് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയാണ് എന്ന് പറയുമായിരുന്നെങ്കിൽ എനിക്കത് പറയാൻ പറ്റും. വിൽസൺ ബ്രദർ വേറൊരാളാണ്, അതേസമയം വർഗീസ് വേറൊരാളാണ്. ഇങ്ങനെ 2 പേരാണെന്ന് പറഞ്ഞത്. യേശു ക്രിസ്തു അങ്ങനെ പറഞ്ഞില്ല. യേശു ക്രിസ്തു പറഞ്ഞ എന്താണ്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ രണ്ടും ഒരാൾ തന്നെയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ എഴുതിയിരിക്കുമ്പോ പറയുകയാണ് ഇത് മറ്റൊരാളാണ് എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം വെറും പുത്രൻ മാത്രമാണ് എന്നർത്ഥത്തിലാണ്. ദൈവം എന്തിനു വേണ്ടിയാണ് ആ ഒരു വ്യക്തിത്വം സ്വീകരിച്ചത്, മനുഷ്യനായി തീർന്നത്? മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനായിട്ട് ജഡത്തിൽ വെളിപ്പെട്ടത്. കാരണം മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി, പാപത്തിന്റെ വീതികളിൽ അല്ലെങ്കിൽ പാപത്തിൽ കിടന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത്. അത് വിശ്വസിക്കാൻ കഴിയാതെ വരുമ്പോൾ എന്താണ്, അങ്ങനെയുള്ളവരൊന്നും എന്ത് ചെയ്യത്തില്ല, ദൈവത്തിന് രക്ഷിക്കുവാൻ കഴിയുകയില്ല. ദൈവം രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഒരു മാർഗം കാണിച്ചത്. കാരണം പുത്രനായിട്ട് വന്ന് നമ്മളെ പോലെ സമസ്വഭാവമുള്ളവനായി, അതായത് നമ്മളെ പോലെ തന്നെ ജഡത്തിലും രക്തത്തിലും, അതായത് സമസ്വഭാവം. കാരണം പാപം ഒഴുകി അവൻ എന്താണ്, സകലത്തിലും നമ്മളോട് തുല്യനാണ്, മനുഷ്യരോട് തുല്യനായിട്ടാണ് ദൈവം ഭൂമിയിൽ സഞ്ചരിച്ചത്, അല്ലെങ്കിൽ യേശുക്രിസ്തു ഭൂമിയിൽ സഞ്ചരിച്ചത്.
അപ്പം നമ്മള് ഇതേ കാര്യം തന്നെ അപ്പോസ്തലന്മാരും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ തന്നെ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് തന്നെ കുറിച്ചുകൊണ്ട് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതുന്നത്. അതുപോലെ തന്നെ യോഹന്നാന്റെ ലേഖനം എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. 1 യോഹന്നാൻ 5:20 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു, നാം സത്യദൈവത്തും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു എന്ന് അവിടെ കാണുന്നു. അവൻ ആരാണെന്ന് അവിടെ പറയുന്നുണ്ട്, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അപ്പൊ നമുക്ക് സത്യദൈവവുമായിട്ടാണ് യേശു ക്രിസ്തുവിനെ യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത് യോഹന്നാൻ ഒരിക്കലും എന്താണ് വ്യതിചലിക്കുന്നില്ല, ഒരു പുത്രൻ മാത്രമാണെന്ന് യോഹന്നാൻ പഠിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലനും അങ്ങനെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. ദൈവവചനത്തിൽ എവിടെ നോക്കിയെന്ന് പറഞ്ഞാലും തോമസ് അപ്പോസ്തലൻ വിളിക്കുന്നു. അത് നമുക്ക് കാണാൻ സാധിക്കുന്നു യോഹന്നാന്റെ സുവിശേഷത്തില് ഈ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തോമസ് അപ്പോസ്തലൻ പറയുന്നു, എന്റെ കർത്താവും എന്റെ ദൈവമായി ഉള്ളവേ എന്ന് വിളിക്കുന്ന ഭാഗം നമ്മൾ കണ്ടു. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യഹോവയെ കുറിച്ച് പറയുമ്പോൾ 10 കൽപ്പനയ്ക്കകത്ത് പറയുന്നത്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഒരു മനുഷ്യനെ നോക്കിയിട്ട് തോമസിനെ എങ്ങനെ വിളിക്കാൻ കഴിയും? ഇത് ദൈവമാണ് എന്നൊരു മനുഷ്യനെ നോക്കി വിളിക്കാൻ കഴിയും? അത് ദൈവമാണെന്ന് അവൻ ഉറപ്പിച്ചിട്ട് തന്നെയാണ് അവൻ വിളിച്ചത്, അല്ലെങ്കിൽ അവൻ വിളിക്കില്ല, അവൻ വിളിക്കാൻ കഴിയില്ല. അവന് ഉറപ്പുണ്ട് അത് വന്നത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണെന്ന് അവന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അവൻ വിളിച്ചത് എന്റെ കർത്താവും എന്റെ ദൈവമായ ഉള്ളവേ എന്ന് വിളിച്ചത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതായിരുന്നു. അപ്പോൾ യഹോവ സാക്ഷികൾ പറയുന്നത് പോലെ ദൈവം എന്താണ് പറയുന്ന പോലെ യേശു ക്രിസ്തു പുത്രൻ മാത്രമാണോ? അല്ല, യേശു ക്രിസ്തു അതായത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത് എന്താണ്? പുത്രൻ പദവി എടുത്തത് എന്തിനാണ്? മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇത് വെറും യഹോവ സാക്ഷികൾ എന്ന് പറയുന്നത് വെറും കൾട്ടുപദേശമാണ് എന്നുള്ള കാര്യം ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നു. ഇതിൽ നിന്ന് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്. അവിടെ വളരെ പറഞ്ഞ ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു അവിടെ പ്രത്യക്ഷമാകുമ്പോൾ തോമസ് യോഹന്നാന്റെ സുവിശേഷം 20:28 പറയുന്ന സമയത്ത് അവൻ പ്രത്യക്ഷമായത് വാതിലിൽ കൂടെ കടന്നു വന്നല്ല, അവൻ അവിടെ പ്രത്യക്ഷമായെന്ന് പറയുന്നത്. അപ്പൊ ഒരു ആത്മീയ ശരീരത്തിലാണ്, ആത്മാവാണ് അവിടെ പ്രവർത്തിച്ച് ആത്മീയ ശരീരത്തിലാ അവൻ ജീവിപ്പിക്കുന്ന ആത്മാവാണെന്നല്ലേ 1 കൊരിന്ത്യർ 15:45 പറയുന്ന അവന് ഒരു ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. അപ്പോൾ ആത്മാവ്, അപ്പൊ അവൻ വചനം ആത്മാവായിരുന്നു എന്നുള്ള കാര്യത്തെയാണ് നിഷേധിച്ചത്. ആദ്യത്തെ വചനത്തിൽ നമ്മൾ കണ്ടത് നിഷേധിക്കപ്പെട്ടത് അവൻ ആത്മാവായ വചനം ആണ് എന്നുള്ള കാര്യമാണ് ചലനശക്തിയാക്കി അവനെ വെറും ഒരു ദൈവത്തിന്റെ ചലനശക്തി. അതുപോലെ തന്നെ തൃത്തക്കാര് അവൻ വർത്താനം പറയുന്നത് കൊണ്ട് വേറൊരു വ്യക്തിയാക്കി മാറ്റി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വർത്താനം പറയുന്നത് കൊണ്ട് വേറൊരു വ്യക്തിയാക്കി മാറ്റി. അപ്പൊ ഇവരെല്ലാരും മാനുഷികമായി ചിന്തിക്കുന്നു. വർത്താനം പറയുന്നത് കൊണ്ട് വ്യക്തി, ചലിക്കുന്നത് കൊണ്ട് ചലനശക്തി. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന് ഏത് രീതിയിൽ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം എന്നുള്ള കാര്യം ഇത് ചെയ്യുന്നില്ല. അപ്പൊ അടുത്തത് ഞാൻ ബ്രദർ സൈമണിന്റെ അടുക്കാണ് പോകുന്നത്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഇവരുടെ ട്രാൻസ്ലേഷൻ ആണ്, ആരംഭത്തിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിന്റെ കൂടെ ആയിരുന്നു, വചനം ഒരു ദൈവമായിരുന്നു. അപ്പൊ ഇവർ പറയുന്നത് യേശു ദൈവമല്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് മലയാളത്തിനകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് വചനം ഒരു ദൈവമായിരുന്നു. അപ്പൊ ഇവർക്ക് ഒന്നിൽ കൂടുതൽ ദൈവം ഉണ്ടോ? അങ്ങനെയാണോ ഇവർ മീൻ ചെയ്യുന്നത്? ആരംഭത്തിൽ വചനത്തിന്റെ കൂടെ ആയിരുന്നു, സകലവും വചനം മുഖാന്തരം ഉണ്ടായി, വചനത്തെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇവിടെ കറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൊലോസിയർക്ക് എഴുതിയ ലേഖനം 1:15 ചെന്നപ്പോൾ സ്വർഗത്തിലും ഭൂമിയിൽ ഉള്ള മറ്റെല്ലാം പുത്രനിലൂടെ ആണ് സൃഷ്ടിച്ചതെന്ന് മാറ്റി എഴുതി. അവിടെ പറയുന്നത് സ്വർഗത്തിലായാലും ഭൂമിയിലായാലും സകലതും ഓൾ തിങ്സ് ഒറിജിനലിനകത്ത് എഴുതപ്പെടുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ കണ്ട സ്ലൈഡിൽ കൂടെ എന്താണ് നിങ്ങൾ ഈ ഒരു ഉപദേശത്തെ പറ്റി മനസ്സിലാക്കുന്നതെന്ന് ബ്രദർ സൈമൺ ഇനി സംസാരിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ബൈബിളിന്റെ ആദ്യത്തെ വേർഡ് ഇൻ ദ ബിഗിനിങ് എന്നാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അതിനെ തന്നെ അവർ ചേഞ്ച് ചെയ്യേണ്ടി വന്നത്.
അതിന്റെ ഒരു ആദ്യത്തെ വേർഡ് തന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഉദ്ദേശം എന്തുവാന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരംഭത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് എവിടെ ഏത് സമയത്തും ആരംഭം ഉണ്ടാകാം. ഓക്കെ, പക്ഷെ ആദിയിൽ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഇൻഫിനിറ്റിയിലായിരുന്നു. ഇപ്പം നമ്മള് യോഹന്നാന്റെ 1:1 വായിക്കുമ്പോൾ തന്നെ ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്. അപ്പൊ വേർഡ് ബിഗിനിങ്ങിൽ തന്നെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് യേശു തന്നെ സ്വന്തമായിട്ട് പറഞ്ഞേക്കുന്നത്, ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്, അൽഫ ആൻഡ് ഒമേഗ, ബിഗിനിങ് ആൻഡ് എൻഡ് എന്ന് പറയുന്നത് ജീസസ് തന്നെ സ്വന്തമായിട്ട് ക്ലെയിം ചെയ്യുന്നത്. അതുമല്ല, അവനാലാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ സൃഷ്ടിക്കപ്പെട്ട എന്തൊക്കെ ഉണ്ട്. അപ്പൊ ഇവർക്ക് അത് സാധിക്കത്തില്ല. എന്താന്ന് പറഞ്ഞാൽ ഇവർക്ക് അത് മാറ്റണം, യേശു സൃഷ്ടിയാക്കി മാറ്റണം. അപ്പൊ യേശു സൃഷ്ടാവാണെന്നുള്ള രീതി കാണിക്കാതിരിക്കാൻ വേണ്ടി അവർ ഇൻ ദ ബിഗിനിങ്ങിനെ അവര് ആദിയിലെ സ്ഥലത്ത് അവര് പറഞ്ഞ ആരംഭത്തിൽ. അപ്പൊ ഈ ആരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യ സൃഷ്ടി അല്ലെങ്കിൽ ഈ ലോക സൃഷ്ടിയുടെ ഇതിനകത്ത് ആദ്യത്തവനാക്കി യേശുവിനെ മാറ്റി. അപ്പം അവർക്ക് ആ ഒരു രീതിയിൽ യേശുവിനെ ഒരു ചോട്ടാ ഗോഡാക്കി മാറ്റിയിട്ട് 2 ഗോഡാക്കി ഒരു കളിച്ചുകൊണ്ടിരിക്കുക. തൃത്വക്കാർക്ക് 3 പേഴ്സൺ ആണ്, അവർക്ക് ഗോഡ് ഒന്നേ ഉള്ളൂ. പക്ഷെ 3 വ്യക്തികളാക്കി അവർ തീർക്കുമ്പം ഇവര് ഒരു വലിയ ഗോഡ്, ഒരു ആ ചെറിയ ഗോഡിനെ ക്രിയേറ്റ് ചെയ്ത വേറൊരു ഗോഡും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ യേശു തന്നെ പറയുന്നുണ്ട്, ഞാനും പിതാവും ഒന്നാന്ന് പറയുന്നുണ്ട്. അപ്പം എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടും മാത്രമല്ല അറിഞ്ഞു ഇരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞേക്കുന്നു. അപ്പം കണ്ടും അറിഞ്ഞിരിക്കുന്നുണ്ട്, പിന്നെ വേറെ ഏത് പിതാവിനെ കാണിച്ചു തരാന്നുള്ള രീതിയിൽ തന്നെ യേശു ചോദിക്കുന്ന ചോദ്യം. അപ്പൊ അതിനൊന്നും ഇവർക്ക് മറുപടിയില്ല. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം തന്നെ 1:4 വായിക്കുന്ന ഇൻ ഹിം വാസ് ദ ലൈഫ്. അപ്പൊ ഈ ലൈഫ് എന്തുവാ? ദൈവം ആത്മാവാണ്. ആ ആത്മാവാണ് ഈ ഭൂമിയുടെ ഇത് ചലിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ജീവനെ നിലനിർത്തണമെങ്കിൽ ആ ലൈഫ് വേണം, ആ ദൈവത്തിന്റെ ലൈഫ് വേണം. ആ ലൈഫാണ് ആദം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ വ്യക്തിയായിട്ട് ഈ ഭൂമിയിൽ വന്നപ്പം അവൻ മരിക്കുമെന്ന് പറഞ്ഞ ആ മരണം അവിടാണ്, ആത്മാവാലുള്ള മരണമാണ് സംസാരിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അതിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ഈ ഭൂമിയുടെ മാത്രം കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഓസോൺ ലെയർ ഉണ്ട്, അവിടെ ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജൻ നമുക്ക് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ആർക്കും ജീവൻ കാണത്തില്ല. അങ്ങനെ തന്നെ ദൈവത്തിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഭൂമി മാത്രമല്ല, സർവ്വ പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുക. അപ്പൊ ഈ സർവ്വ പ്രപഞ്ചത്തിൽ ആത്മാവ് നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവത്തിനകത്താണ് നമ്മളുടെ ഈ പറയുന്ന പ്രപഞ്ചം നിൽക്കുന്നത്. അപ്പം ദൈവം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മള് എയറിന്റെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ, എയർ നമുക്ക് ഫീൽ ചെയ്യാനൊക്കെ, നമുക്ക് കാറ്റടിക്കുമ്പോഴേക്ക് നമുക്ക് ഒരു കുളിർപ്പ് തോന്നും. ഓക്കെ, അങ്ങനെ തന്നെ ചിലപ്പോൾ നമുക്ക് കാറ്റ് ഭയങ്കരമായിട്ട് വീശുവാണെങ്കിൽ നമുക്ക് ആ ശബ്ദം കേൾക്കാം. അപ്പൊ നമുക്ക് എയറിനെ വ്യക്തിയാണെന്ന് പറയാൻ ഒക്കത്തില്ല. അങ്ങനെ തന്നെ ദൈവം എന്തുവാ? ദൈവത്തിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ദൈവം ഒരു വ്യക്തിയൊന്നുമല്ല. വ്യക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വ്യക്തിത്വം കാണുന്നത് ക്രിസ്തുവിൽ മാത്രമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി റിപ്രസെന്റേഷനെയാണ് വ്യക്തി എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യന്മാരാണ് വ്യക്തികൾ. അപ്പം ദൈവം ആത്മാവായ അത് ഒരിക്കലും വ്യക്തിയല്ല, ദൈവം ആത്മാവാണ്. ആ ആത്മാവായ ദൈവം ക്രിസ്തുവിലായിരുന്നു എന്നുള്ള കാര്യം, he was reconciling himself, he was in Christ. God was in Christ, reconciling the world to himself എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ ഒരിക്കലും നമുക്ക് വേറൊരു വ്യക്തിയാക്കാൻ ഒക്കത്തില്ല. അങ്ങനെ തന്നെ നമ്മളുടെ വചനം, ഇപ്പൊ ഞാൻ പറയുന്ന ആൾക്കാർ കേൾക്കുന്ന എന്റെ വചനം എന്ന് പറഞ്ഞാൽ എന്റെ ശബ്ദം, ആ ശബ്ദം ദൈവം ആദ്യത്തെ സമയത്ത് സൃഷ്ടി ഉണ്ടാക്കുന്നതിന് മുമ്പേ ദൈവത്തിന് ഒരിക്കലും ആരുടെ മുമ്പേ പ്രത്യക്ഷനാവാൻ ആരും ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ദൈവം സൃഷ്ടി നടത്തിയപ്പോഴാണ് ദൈവത്തിന് ആദ്യമായിട്ട് ആൾക്കാരുടെ അല്ലെങ്കിൽ മാലാഖമാരുടെ മുമ്പേ പ്രത്യക്ഷപ്പെടേണ്ട ആവശ്യം വന്നിരിക്കുന്നത്. അവിടെ മുതലാണ് ഈ പറയുന്ന വചനം ത്തിന്റെ ഒരു സ്പിരിച്വൽ എന്തോ പറയുന്നത്, നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്ത് നോക്കുമ്പോഴത്തേക്ക് വിസിബിൾ ഫോം ആയി വരുന്നത്. അപ്പൊ അബ്രഹാമിനെ കണ്ടതും ജാക്കോബിനോട് മല്ലം ചെയ്തതും ആ ഭാഗം എല്ലാം നമ്മൾ വചനം പിന്നാണ് ജഡമായി തീർന്നിരിക്കുന്നത്. വചനം ആദ്യമേ നമുക്ക് ഒരു കാണത്തക്ക രീതിയിലുള്ള ഒരു ഫോമിലോട്ട് വരിക. അപ്പൊ ഈ ദൈവം, ആത്മാവായ ദൈവം തന്നെ വചനമായിരുന്നു. ദെൻ ഹി ലോവർഡ് ഹിംസെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ഇടപെടാൻ വേണ്ടി, സൃഷ്ടിയായിട്ട് ഇടപെടാനുള്ള ഒരു ഇതാണ്. ഇപ്പൊ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനെ പറ്റിയാ പറയുന്നത്. അതുമല്ല പ്രാരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഇൻഫിനിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. അല്ലാതെ യേശു ഒരിക്കലും ക്രിയേഷൻ അല്ല,
യേശു ക്രിയേറ്റർ ആണ്. യേശു സകലതും എവറിത്തിങ് വാസ് ക്രിയേറ്റഡ് ബൈ ഹിം, ഫോർ ഹിം, ത്രൂ ഹിം എന്നുള്ള കാര്യം നമുക്ക് ആ വചനവും നമുക്ക് നോക്കാൻ ഒക്കും. അപ്പൊ എല്ലാം സർവ്വത ഈ ഭൂമിയിൽ എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതെല്ലാം യേശു മുഖാന്തര ഉണ്ടാക്കിപ്പെട്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഒരിക്കലും ഈ പറയുന്ന യഹോവ സാക്ഷിക്കാരുടെ ടീച്ചിങ് അവർക്ക് ബൈബിളിന്റെ ആദ്യത്തെ വേർഡ് പോലും റീറ്റെയിൻ ചെയ്യാൻ ഒത്തിട്ടില്ല. അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അവർ തുടങ്ങുന്നത് തന്നെ ചതി വെച്ചാണ്. അപ്പൊ അവരെ വിശ്വസിക്കുന്നവര് ആക്ച്വലി കുഴിച്ചതി പോയി ചാവത്തേയുള്ളൂ. അവര് യേശു തന്നെ പിതാവെന്ന് യോഹന്നാന്റെ സുവിശേഷം 8:24 പ്രകാരം ഇഫ് യു ഡു നോട്ട് ബിലീവ് ദാറ്റ് ഐ ആം ഹിം, അപ്പൊ അവന് യേശുവിനോട് ചോദിക്കുക നിന്റെ പിതാവ് എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിന് മറുപടിയായിട്ട് യോഹന്നാന്റെ സുവിശേഷം 8:24 യേശു പറയുവാണ്, ഇഫ് യു ഡു നോട്ട് ബിലീവ് ദാറ്റ് ഐ ആം ഹി, ഞാൻ തന്നെ പിതാവെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ പാപത്തിൽ മരിക്കുമെന്ന് തന്നെയാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ യഹോവ സാക്ഷികൾ യേശു തന്നെ യഹോവയാണെന്നും യേശു തന്നെ ദ ലോർഡ് അവർ ഗോഡ് എന്നാണെന്ന് വിശ്വസിക്കാത്തതുകൊണ്ട് അവർ പാപത്തിൽ മരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ബൈബിളും മാറ്റേണ്ടി വരും, അവർക്ക് വേറെ ഡോക്ടറിനും കൊണ്ടുവരേണ്ടി വരും. ഇത് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് ഈ ഒരു വചനപ്രകാരം. താങ്ക് യു. താങ്ക് യു വെരി മച്ച് ബ്രദർ സൈമൺ. ഈ അടുത്ത ഇനിയൊരു വചനം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, ജോയ് പാസ്റ്ററിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ സക്കറിയാവിന്റെ പുസ്തകം അതിന്റെ 12:10 വാക്യം നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്നു, ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നമുക്കറിയാം ഇസ്രായേലിനെ കുറിച്ച് യഹോവയുടെ അരുളപ്പാടാണ് അവിടെ സംസാരിക്കുന്നത്. 12-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം തന്നെ പറയുന്നത് യഹോവയുടെ അരുളപ്പാടാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പൊ യഹോവ തന്നെയാണ് അവിടെ സംസാരിക്കുന്നത്. അവിടെ ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും, തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും, ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും, ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും എന്നാണ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയത് നമുക്കറിയാം, ഒരു യഹൂദനാണ് ആദ്യം മലയാളം പരിഭാഷ ചെയ്യുന്നത്. ഒരു കൊച്ചിയിലുള്ള ആളാണ് നമ്മുടെ ഈ മിഷനറി ഇത് കൊണ്ടുപോയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ യഹൂദന് ഈ ഒരു കാര്യം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം ആ ഒരു കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല, അതിനകത്ത് വന്നിട്ടുമില്ല. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായിട്ട് അവർ ഏകജാതനും ആദ്യജാതനും എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും വചനത്തിനകത്തുള്ളതാ. പക്ഷേ ഇവര് മാറ്റി എഴുതിയേക്കുന്നത് ഒരേ ഒരു മകനും മൂത്ത മകനും. ഒരു മകനെ ഉള്ളെങ്കിൽ മൂത്ത മകൻ ഉണ്ടാകത്തില്ലെന്ന്, മൂത്ത മകനെ ഒന്നും വിളിക്കത്തില്ലെന്ന് നമുക്ക് കോമൺ ലോജിക്ക് വെച്ച് തന്നെ അറിയാൻ പറ്റുന്ന. അപ്പൊ ആ ഒരു ട്രാൻസ്ലേഷൻ വ്യത്യാസം മലയാളത്തിന് അപേക്ഷിച്ച് അവര് ഇവിടെ ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് പക്ഷെ നമ്മൾ ഒറിജിനൽ ഭാഷയിൽ നോക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് അവർ എങ്കലേക്ക് നോക്കുമെന്നാണ് അവിടെ പരിഭാഷ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷ് കിങ് ജെയിംസ് വെർഷൻ അതിനകത്ത് എഴുതുന്നത് ദേ വിൽ ലുക്ക് ഓൺ മീ ദ വൺ ദേ പിയേഴ്സ്ഡ് എന്നാ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവരെങ്കിലേക്ക് നോക്കും, തങ്ങൾ കുത്തിയവെങ്കിലേക്ക്. അപ്പോൾ ആരെയാണ് കുത്തിയിട്ടുള്ളത്? യഹോവയ്ക്കൊരു ശരീരമുണ്ടോ? യഹോവയ്ക്കൊരു ശരീരമില്ലെങ്കിൽ എങ്ങനെയാണ് യഹൂദന്മാര് യഹോവയെ കുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം ആർക്കായാലും ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും. എന്തുകൊണ്ട് ഇങ്ങനൊരു പ്രവചനം ഈ സക്കറിയാവിന്റെ പുസ്തകത്തിൽ അവിടെ രാജാവിന്റെ പ്രവചനമുണ്ട്, കഴുതപ്പുറത്ത് വരുമെന്നുള്ള പ്രവചനമുണ്ട്, അതിന്റെ കൂടെ ഈ യഹോവയെ കുത്തിയത് ആരാണ്? യഹോവയ്ക്ക് ഒരു ശരീരമില്ലാതെ എങ്ങനെയാണ് യഹോവയെ കുത്തുവാൻ സാധിക്കുന്നത്? എന്തുകൊണ്ട് ഇവർക്ക് അത് മാറ്റി എഴുതേണ്ട ആവശ്യം വരുന്നു? അത് തൃത്തക്കാരും അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്നു, യഹോവ സാക്ഷികളും അതുപോലെ തന്നെ കൊണ്ടു നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ സൈമൺ ബ്രദർ ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. നല്ലൊരു ചോദ്യമാണ്. കാരണം ദൈവവചനത്തെ തിരുത്തി ജനങ്ങളെ വഞ്ചിക്കുന്ന, അങ്ങനെ ജനങ്ങളെ വഞ്ചിച്ച് നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദുരാത്മാവാണ് യേശു ദൈവം അല്ല എന്ന് പഠിപ്പിക്കുന്ന സകലരുടെയും അവരിൽ ഭരിക്കുന്ന ആത്മാവ് അങ്ങനെ തന്നെയാണ്. അതിന് പ്രാരംഭത്തിൽ നമ്മുടെ സൈമൺ ബ്രദർ അതിന് മറുപടി ഒന്ന് തന്നത്, യേശു ക്രിസ്തു തന്നെ പറഞ്ഞു 8:24 യോഹന്നാൻ, ഞാൻ അവനെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പൊ ഈ പാപികളായിരിക്കുന്ന ഇവരെല്ലാം ചേർന്ന് കാട്ടിക്കൂട്ടുന്ന
കഴിഞ്ഞ പ്രാവശ്യം തന്നെ കണ്ടില്ലേ, യഹോവ സാക്ഷിയുടെ ചതിക്കുഴി എന്ന് പറഞ്ഞപ്പോൾ യഹോവ സാക്ഷിയുടെ ഒരു ഏജന്റ് നമ്മുടെ ഈ വീഡിയോ എടുത്തിട്ട്, ശബ്ദം എടുത്തിട്ട് അത് വേറെ രീതി വികൃതമാക്കാൻ നോക്കി. അപ്പൊ ഇവരെല്ലാം ഭരിക്കുന്ന ആത്മാവ് ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ സൈമൺ ബ്രദർ ചോദിച്ച ചോദ്യം സെക്കരിയ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണ്. അതിങ്ങനെയാണ്: ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കുന്ന, അവങ്കിലേക്ക് നോക്കുമെന്ന. അപ്പോൾ യഹൂദനെ ഉദ്ദേശിച്ച അവിടെ പറയുന്നു, ഇസ്രായേൽ ജനങ്ങളെ ഉദ്ദേശിച്ച കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും. അപ്പൊ ആദ്യജാതൻ അല്ലെ ഏകജാതൻ എന്ന് പറയുമ്പോൾ ചോദിച്ചത് പാസ്റ്ററെ, എങ്കിലേക്ക് നോക്കും അവര്, ദേ വിൽ ലുക്ക് ഓൺ മീ എന്നാ ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. കിങ് ജെയിംസ് വെർഷൻ പാസ്റ്റർ നോക്കിയാൽ ദേ വിൽ ലുക്ക് ഓൺ മീ, അവർ എങ്കിലേക്കാ നോക്കുന്നത്, എന്നിട്ട് അവർ കുത്തിയവൻ അവര് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് വചനത്തിനകത്ത് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അത് മലയാളത്തിനകത്ത് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവര് എങ്കിലേക്കാ, അപ്പൊ യഹോവയുടെ അരുളപ്പാടാണ്. അപ്പൊ യഹോവയെ എപ്പോഴാണ് ഇവർ കുത്തിയത്? ഇവിടെ വാസ്തവത്തിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകജാതനെ കുറിച്ച്. ഏകജാതൻ എന്ന് പറഞ്ഞാലും അതിനകത്ത് വിൽസൺ ബ്രദറെ മറ്റൊരു കാര്യമുണ്ട്. ബൈബിളിൽ പഠിപ്പിക്കുന്ന ഏകജാതൻ യഥാർത്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കറിയാം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഏകജാതൻ എന്ന് പറഞ്ഞാൽ അതിന്റെ എന്റെ പഠനം, എനിക്ക് കിട്ടിയിട്ടുള്ള പഠനം വെച്ച് മോണോ ജെനിസ് തിയോസ് എന്നാണ്. മോണോ എന്ന് പറഞ്ഞാൽ ഏകൻ മാത്രമുള്ള ഒരു പാരമ്പര്യം, ഏകൻ മാത്രമുള്ള ദൈവം ഏകനാ, സ്വർഗത്തിൽ വേറെ ആരുമില്ല. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സ്വർഗം തുറന്ന് കണ്ട ഒരു യോഹന്നാൻ അവിടെ പറയുകയാ, സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച കാണുന്നു. അവിടെ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടുവന്ന. അപ്പൊ സ്വർഗീയ ദർശനം പ്രാപിച്ച യോഹന്നാൻ പറയുക സിംഹാസനത്തിൽ ഒരുവനേ ഉള്ളത്. അപ്പൊ ഇവിടെ 2-3 പേരൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ പൈശാചികൻ കൊണ്ടുവരുന്ന ഏക ദൈവത്തെ 2-3 വെട്ടിമുറിക്കുവാൻ വേണ്ടിയുള്ള പൈശാചിക അതാണ്. അപ്പോൾ ഏകൻ മാത്രമുള്ള ആ കുടുംബത്തിൽ, ആ പാരമ്പര്യത്തിൽ നിന്ന് അവൻ പുത്രത്വം എടുത്തു വന്നു എന്നാണ് ഏകജാതൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രിയ വിൻസൻ ബ്രദർ പറഞ്ഞതുപോലെ ഏകജാതനെങ്കിൽ പിന്നെങ്ങനെ മൂത്തവനാകുന്നത്? മൂത്തവൻ എന്നുള്ള വാക്ക് തന്നെ, ഏകജാതനും മൂത്തവനും എന്നുള്ള വാക്ക് തന്നെ പരസ്പര വിരുദ്ധമാണ്. ഏകനാണെങ്കിൽ ഒരിക്കലും അവൻ ഏകൻ തന്നെയാ. അവൻ മൂത്തവനുമല്ല ഇളയവനുമല്ല, അവൻ ഒരുവനേ ഉള്ളൂ, അവന് വേറെ ഇളയതില്ല. അല്ലെങ്കിൽ അവൻ മൂത്തതാണെങ്കിൽ അതിന്റെ അർത്ഥം പിന്നെ അതിന്റെ താഴോട്ട് ഒത്തിരി പേരുണ്ടെന്നാ, ഏറ്റവും മൂത്ത പാർട്ടിയല്ലേ. അപ്പൊ ഇതാണ് പിശാച് വഞ്ചിക്കുന്ന വഞ്ചന. ഏകനാണെങ്കിൽ, എനിക്ക് ഏക മകനാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചോദിക്കുവോ? അപ്പൊ അവന്റെ മൂത്തതിന്റെ പേരെന്താ, അവന്റെ ഇളയതിന്റെ പേരെന്താണെന്ന് ചോദിക്കുവോ? അങ്ങനെ ചോദിക്കും ആരാ? സാമാന്യ ബോധമില്ലാത്തവൻ, അങ്ങനെയുള്ളവരെ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ വെളിപ്പാട് പുസ്തകം നമ്മൾ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. യഹോവയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വിശുദ്ധ ബൈബിൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അത് 12-ാം അധ്യായം, സെക്കരിയാവ് 12-ാം അധ്യായം 13-14 വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ യഹോവയായ ദൈവം ഇസ്രായേൽ ജനങ്ങളെ രക്ഷിപ്പാൻ വേണ്ടി ഒലിവുമലയിൽ വന്ന് കർത്താവ് തന്റെ സഭയുമായിട്ട് വരുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. അവിടെ പറയുകയാണ്, അന്നാളിൽ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. കർത്താവായ യേശു തന്റെ സഭയുമായിട്ട് കടന്നു വരുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവാണ് ആ യഹോവ എന്ന് ഇവിടെ വ്യക്തമാക്കി പഠിപ്പിക്കുക. അവർ കുത്തി അവങ്കലേക്ക് നോക്കും, അവങ്കലേക്ക് നോക്കി ഒരു പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്ന് അന്നു നിങ്ങൾ അറിയും. എന്നറിയും? ഈ സക്കറിയ പ്രവചനം 12:10 പറയുന്ന പ്രകാരം കുത്തിയവങ്കലേക്ക് നോക്കുമ്പോൾ അവരന്ന് മനസ്സിലാക്കും അവനാണ് സാക്ഷാൽ മശിയാഹ്, അവനാണ് സാക്ഷാൽ യഹോവ എന്ന് മനസ്സിലാക്കും. അവർ വിലപിക്കും. ഏകജാതനെ കുറിച്ച്, ആ ഏകനായിരുന്നവൻ തന്നെ ഇങ്ങോട്ട് ഇവിടേക്ക് ഭൂമിയിലേക്ക് മനുഷ്യരെ രക്ഷിപ്പാൻ വന്നതാണല്ലോ എന്നോർത്ത് അവർ വിലപിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. താങ്ക് യു പാസ്റ്റർ. വളരെ വ്യക്തമാണ്. യഹോവയ്ക്ക് ഒരു ശരീരം ഉണ്ടോ? വചനം ഇവർ പറയുന്ന മാതിരി മറ്റെല്ലാം സൃഷ്ടിച്ച ഒരു ആള് മാത്രമാണോ എന്ന് ഗീവർഗീസ് ബ്രദർ ഒന്ന് ഇതിനെ വിശകലനം ചെയ്യുന്നതായിരിക്കും. ഇനി ഇവിടെ മറ്റെല്ലാം പുത്രനിലൂടെയാണ് സൃഷ്ടിച്ചതെന്നുള്ള ആ ഒരു വാക്യം അവര് മാറ്റി എഴുതിയിട്ടുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1:15. അതിന്റെ നമ്മുടെ മലയാളം പരിവർത്തന ഇതിനകത്ത് വളരെ ക്ലിയർ ആണ്. സകലതും അവനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ എന്തുകൊണ്ട് അവർ ഈ യഹോവയ്ക്ക് ഒരു ശരീരം ഉണ്ടാകാം എന്ന് വിശ്വസിക്കുന്നില്ല? എന്തുകൊണ്ട് വചനം എല്ലാം സൃഷ്ടിച്ചു, അവൻ മുഖാന്തരം എല്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നില്ല? വോയിസ് ഓൺ ചെയ്യണേ. പ്രൈസ് ലോർഡ്. വിൽസൺ ബ്രദർ ചോദിച്ച ക്വസ്റ്റ്യൻ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. യഹോവയ്ക്ക് ശരീരമുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. അപ്പൊ യഹോവ സാക്ഷികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഒരിക്കലും എന്താണ് ഭൂമിയിലേക്ക് വരാനോ അല്ലെങ്കിൽ അവന് മനുഷ്യനായിട്ട് വരാൻ കഴിയില്ല എന്നവർ വിശ്വസിക്കുന്നു. കാരണം എന്താ പറയുക, ദൈവം എന്ന് പറയുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും ഒന്നും ഒതുങ്ങാത്ത ഒരാളെന്നാണ് നമ്മൾ യെശയ്യാവിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ദൈവം എങ്ങനെയാണ് ഭൂമിയിലേക്ക് വരുന്നത് എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ തന്നെ അവർ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ചെറിയൊരു ചോട്ടാ ഗോഡായിട്ടായിരിക്കാം അവർ പക്ഷേ നമ്മളിപ്പോ യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്ന ചെറിയ ഒരാളാണ്. ആ ആൾക്ക് എങ്ങനെയാണ് ഈ ഭൂലോകമൊക്കെ സൃഷ്ടിക്കാൻ കഴിയുന്നത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണുന്നത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതൻ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തു പറയുന്നു. നമ്മൾ ഭൂമിയിൽ അങ്ങനെ നമ്മുടെ അപ്പന്മാരെ നോക്കിയിട്ട് നമുക്ക് അങ്ങനെ പറയാൻ നോക്കൂ, എന്റെ അപ്പ ആദ്യജാതൻ അവിടെ എഴുതിയേക്കുന്നത്, അത് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഇവിടെ മറന്നുപോയി. ആദ്യം ജനിച്ചവനാണെന്നാണ് എഴുതിയിരിക്കുന്നത്. യേശു ജനിച്ചത് 1 AD പക്ഷെ ഇവർ പറയുന്ന ആദ്യം ജനിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ജനിച്ചെന്ന് പറയാൻ പറ്റും? ജാതൻ എന്ന് പറയുന്നതും ജനിച്ചെന്ന് പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം നമ്മൾ കാണുന്നത്? വ്യത്യാസം അവർ സർവസൃഷ്ടിക്ക് ആദ്യ ജാതൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എങ്കിലും എന്താണ്, പാപത്തിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. മനസ്സിലാക്കുക? അതായത് പാപത്തിൽ, അതായത് ആദാമിൽ എല്ലാവരും പാപത്തിൽ വീണുപോയി. പക്ഷെ ആ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയാണ് വേറൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെട്ടത് എന്തിനാണ്? ആദാമിൽ പാപത്തിൽ കിടന്ന മനുഷ്യനെ വിടുവിക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ അതാണ് അവിടെ ആദ്യജാതൻ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതിന് പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. ഒരിക്കലും ദൈവം സകല സൃഷ്ടികൾക്കും ആദ്യം ജനിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. പാപത്തിൽ വീണവരെ രക്ഷിക്കുവാൻ വേണ്ടി പാപമില്ലാത്ത കുഞ്ഞാടായിട്ട് അവൻ വന്നപ്പോൾ അവൻ ആരായി? അവൻ ആദ്യജാതനായി അവർക്കെല്ലാം, അതായത് പാപമില്ലാത്ത ഒരു വ്യക്തിത്വമായി അവൻ മാറി എന്നുള്ളതിനെയാണ് അവിടെ ആദ്യജാതൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ അതും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് എന്ന് പറയുമ്പോൾ തന്നെ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപമാണ്. ഈ കാര്യങ്ങളെല്ലാം അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൻ എന്താണ്? അവന് ആദിയുമില്ല അന്തവുമില്ല, അവൻ ആദ്യനും അന്ത്യനുമായ ദൈവമായിരുന്നു, ജഡത്തിൽ വെളിപ്പെട്ടതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. അപ്പൊ നമ്മൾ 2-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ തന്നെ അത് വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കുന്നവർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് കൊലോസ്യർ 2:9 വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന അവനിലല്ലേ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായിട്ട് വസിക്കുന്നു. അപ്പം
ദൈവത്തിന്റെ ദേഹരൂപം മുഴുവൻ എവിടെയാണ്? യേശുക്രിസ്തുവിലാണ് വസിക്കുന്നത് പറയുന്നത്. അപ്പം ദൈവം മനുഷ്യനായി തീർന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അവിടെ വ്യക്തമായിട്ട് പറയുന്നത്. ദൈവം മനുഷ്യനായാൽ എങ്ങനെ ഇരിക്കും? അത് തന്നെയാണ് യേശുക്രിസ്തു. അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ. അപ്പം എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന പ്രധാനമായ കാര്യം എന്താണ്? ഇവർ പറയുന്ന വാക്യങ്ങളെല്ലാം ഇവർ തിരുത്തിയതാണ്. ഇവർ തിരുത്തി എഴുതിയതാണ്. പല കാര്യങ്ങളും തിരുത്തി എഴുതിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് മുഴുവൻ കൾട്ട് ഉപദേശമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇത് ഞാൻ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു ബ്രദർ സൈമൺ. ഈ ആദ്യം ജനിച്ചവൻ എന്ന് പറയേണ്ട ആവശ്യം എന്തുകൊണ്ട് ഇവർക്ക് വന്നു? ആദ്യം യേശു ജനിച്ചിട്ടുണ്ടോ? യേശു ജനിച്ചത് മറിയയിൽ കൂടെ അല്ലേ? ഇപ്പൊ ഇത് എന്തുകൊണ്ട് ആദ്യം ജനിച്ചവൻ എന്ന് ഇവര് മാറ്റി എഴുതേണ്ട ആവശ്യം വന്നു? പിന്നെ മറ്റെല്ലാം പുത്രനിൽ കൂടെയാണ് സൃഷ്ടിച്ചത്. അപ്പൊ ആദ്യം അവൻ ജനിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് അവനിൽ കൂടെ ബാക്കിയെല്ലാം സൃഷ്ടിച്ചു. അപ്പൊ അവൻ ജനിച്ചവനായതുകൊണ്ട് അവൻ സൃഷ്ടിയാണെന്നാണ് ഇവര് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യമേ ആ സക്കറിയ 12:10 ആ സ്ലൈഡ് ഒന്ന് എടുത്തേ. നമ്മൾ ഈ ഒരു വചനം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അത് പഴയ നിയമത്തിലെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഈ ആദ്യജാതനും ഇതിനെപ്പറ്റി ഉപയോഗിക്കാനുള്ള കാരണം എന്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ദൈവമായിട്ടുള്ള സ്നേഹം കാണിക്കുന്നുണ്ട്. നമ്മൾ ദൈവമായിട്ടുള്ള സ്നേഹത്തിനെ നമുക്ക് എന്തോ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറഞ്ഞ ലവ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് വിത്ത് ഓൾ യുവർ സോൾ എന്ന് പറയുമ്പോഴത്തേക്ക്, ഇങ്ങനെ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ദൈവത്തിനെ സ്നേഹിക്കുന്നത്, ആഴമായിട്ട് എങ്ങനെയാ സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഭൂമിയിൽ കൊടുക്കാനുള്ള എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു അമ്മയ്ക്ക് ഒരു മകനോടുള്ള സ്നേഹം, ഓക്കെ, അല്ലെങ്കിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു ലവറിന്, ഇപ്പൊ ഒരു ലവർ തമ്മിലുള്ള സ്നേഹം, ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ ഒക്കത്തുള്ളൂ സ്നേഹത്തിന് വേണ്ടി പറയുമ്പോഴത്തേക്ക്. അങ്ങനെ തന്നെ നമ്മള് വിലപിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് യഹോവയെ എന്താ പറയുക, അവനെ കുത്തിയവനെ കണ്ട് വിലപിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ടൈപ്പിലുള്ള വിലപമാണ് നമ്മൾ ഈ പറയുന്നത്? ഇപ്പൊ ഏറ്റവും വേസ്റ്റ്, ഒരാളുടെ ജീവിതത്തിനകത്ത് ഏറ്റവും വിഷമം തരുന്ന ഒരു സംഗതി എന്തുവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു മകൻ മരിച്ചു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മകൻ മരിച്ചു പോവാന്ന് പറഞ്ഞാൽ പല മക്കളുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരാൾ മരിക്കുകയാണെങ്കിൽ പിന്നെയും ഒരു അപ്പനും അമ്മയ്ക്ക് സഹിക്കാനൊക്കും. പക്ഷെ ഒരേ ഒരു മകൻ ഉള്ളത് മരിച്ചു പോവാന്ന് പറഞ്ഞാൽ അതി വലിയൊരു വിലാപം ഇല്ല. അപ്പൊ ആ ലെവലിലുള്ള ഒരു വിലാപത്തിന്റെ കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. യഹോവനെ കണ്ടിട്ട് അവർ വിലപിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്വന്തം ഒരു മകൻ മരിച്ചു പോകുന്ന ആ ഒരു അവസ്ഥയിലുള്ള വിലാപത്തിന്റെ കാര്യമാണ് അവർ പറയുന്നത്. ഇവിടെ യേശു ജനിച്ചിട്ടില്ല. യേശു മറിയയുടെ ഉദരത്തിൽ നിന്നുണ്ടാകുന്ന പറഞ്ഞാൽ ആ ജന്മം ആദ്യജാതനായി ജനിക്കുന്നെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് പിന്നത്തെ കാര്യമാണ്. അപ്പൊ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഹോവയെ കുത്തിയവനെ നോക്കിയിട്ട് വിലപിക്കുന്ന ആ ഇന്റൻസിറ്റിയാണ് പറയുന്നത്. ഈ വിലാപമാണ് നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 2:37 അവരോട് പത്രോസ് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞു. ആദ്യ സുവിശേഷം അവരോട് പറഞ്ഞു കഴിയുമ്പോൾ അവരും ആ വിലാപത്തോടാ പറയുന്നത്, നീ ഞങ്ങൾ എന്തോ ചെയ്യണമെന്നുള്ള കാര്യം ചോദിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം, ഈ വിലാപമാണ് അവർക്ക് മനസ്സിലാവേണ്ടത്. അതിനുവേണ്ടി എക്സാമ്പിൾ ആയിട്ട് കാണിച്ചേക്കുന്നതാണ് ആദ്യജാതന്റെ കാര്യം. ഓക്കെ, അല്ലാതെ ആദ്യജാതൻ എന്ന് ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇനി രണ്ടാമത്തെ സ്ലൈഡിലോട്ട് വന്നേ. അവിടെ യേശു സൃഷ്ടിയാണെന്നുള്ള കാര്യം അവർക്ക് എങ്ങനെങ്കിലും ആക്കി തീർക്കണം. അപ്പം യേശു സൃഷ്ടിയാണെങ്കിൽ പിന്നെ അവൻ ആദിയും അന്ത്യനും എങ്ങനെയാവും? അവൻ ആദിയാണെങ്കിൽ, അവൻ ആദ്യമേ തന്നെ ഉണ്ടെങ്കിൽ, ഇപ്പൊ തന്നെ ദാവീദിനോട് ഇങ്ങനത്തെ ഒരു ചോദ്യം, യേശുവിനോട് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവൻ ദാവീദിന്റെ മകനാണെങ്കിൽ എന്തിനാണ് ദാവീദ് അവനെ കർത്താവേന്ന് വിളിച്ചേക്കുന്നത്? ഓക്കെ, ആ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റാ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ഇഫ് യു ഡു നോട്ട് ബിലീവ് ജീസസ് ഈസ് ദ ലോർഡ്, ആ ദ ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലോർഡ് ഈസ് അവർ ഗോഡ്. ആ ഒരു വിശ്വാസം ഇല്ലാതെ വരുമ്പോഴത്തേക്ക് അതിനെ മാറ്റാൻ വേണ്ടിയാണ് ഇവർക്ക് ഇങ്ങനത്തെ വചനങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ദ ബിഗിനിങ്ങിനെ അവര് ആദിയിലെ സ്ഥലത്ത് അവർക്ക് ആരംഭത്തിൽ എന്ന് പറയേണ്ട ആവശ്യം വരുന്നത്. എന്താന്ന് പറഞ്ഞാൽ യേശുവിനെ എങ്ങനെയെങ്കിലും ഒരു സൃഷ്ടിയാക്കണം. പക്ഷെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഈസ് ക്രിയേറ്റഡ് ബൈ ഹിം, ഫോർ ഹിം, ത്രൂ ഹിം. ഓക്കെ, അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്, ഇൻക്ലൂഡിങ് ഹിം.
ഓക്കെ, ഇഫ് ഹീസ് എ ക്രിയേഷൻ then he should come under that. ഓക്കെ, പക്ഷെ അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. യേശു തന്നെയാണ് എല്ലാം സൃഷ്ടിച്ചേക്കുന്നത്. അപ്പൊ സൃഷ്ടാവ് യേശു തന്നെയാണ് സൃഷ്ടാവ്. ആ സൃഷ്ടാവ് തന്നെയാണ് നമുക്ക് വേണ്ടി ഈ ജഡത്തിൽ പ്രത്യക്ഷനാവെന്ന് പറഞ്ഞാൽ അത് പുത്രത്വമാണ്. ആ ജഡമാണ് പുത്രൻ. അപ്പൊ ഈ ജഡം എന്ന് പറഞ്ഞാൽ ഒരു പിതാവിന് സഹിക്കാനുള്ള മാക്സിമം ഒരു പെയിൻ ആണ് ഈ ദൈവം എടുക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ ഏകജാതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകജാതനായ പുത്രനെ ക്രൂശിൽ മരിക്കാൻ, ക്രൂശിൽ കയറ്റാൻ സമ്മതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ദൈവം അത്രയും വലിയൊരു ത്യാഗമാണ് ചെയ്തേക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ സ്വന്തം മകനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വന്തം ഫ്ലഷ്, വേർഡ് ബിക്കെയിം ഫ്ലഷ്, ഗോഡ് വാസ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് രണ്ട് വ്യക്തികളല്ല. അതുകൊണ്ടാണ് ഐസയ 43:1 ഒരു സർവന്റിന്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ ഐ ആം ഹീന്ന് തന്നെ പറഞ്ഞേക്കുന്നത്, അല്ലാതെ അത് വേറൊരു വ്യക്തിയല്ല. ആ സർവന്റ് തന്നാണ് ദൈവം. പക്ഷെ ആ ജഡത്തിനെ ഈ മനുഷ്യർക്ക് ക്രൂശിൽ കയറ്റാൻ സമ്മതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിന് വേണമെങ്കിൽ ആ സമയത്ത് തന്നെ ഇവരെല്ലാം എടുത്ത് ദൂരെ കളയായിരുന്നു. പക്ഷെ അതിനുള്ള ത്യാഗം, ദൈവം നമ്മളെ അത്രയ്ക്ക് സ്നേഹിച്ച് നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ നൽകി എന്നുള്ള വചനം അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് വചനം മാറ്റാതെ, ഈ ബൈബിൾ വേർഡ്സ് മാറ്റാതെ, യേശുവിനെ ക്രിയേഷൻ ആക്കാതെ അവർക്ക് ഒരു രക്ഷയില്ല. അവർക്ക് ക്രിയേറ്ററായിട്ട് എടുക്കാൻ വയ്യ. ഇവിടെ തോമസ് പറഞ്ഞ് ഗോഡ് എന്ന് പറഞ്ഞ്, അവിടെ പൗലോസ് പറഞ്ഞ് ഈ ട്രൂ ഗോഡ് എന്നുള്ള കാര്യം പറഞ്ഞു. ഇതൊന്നും അവർക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. യെശയ്യാവ് പുത്രനെ പറ്റി പറഞ്ഞ് ഹി ഈസ് ദ എവർലാസ്റ്റിംഗ് ഫാദർ, ഓൾമൈറ്റി ഗോഡ് എന്ന് പറഞ്ഞ് അതും അവർക്ക് എടുക്കാൻ വയ്യ. എന്താന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവര് ബൈബിളിനെ തിരുത്താൻ നടക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ ഇത് നമ്മൾ കാണാം. അവർക്ക് നമ്മൾ സാധാരണ ബൈബിള്, തൃത്വക്കാരും ബാക്കി എല്ലാവർക്കും ആ ബൈബിൾ വെച്ച് സുവിശേഷം പറയാം. പക്ഷെ ഇവർക്ക് വേറൊരു ബൈബിളിന്റെ ആവശ്യം വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഉള്ള ബൈബിൾ വെച്ച് ഇവരുടെ ഡോക്ടറിനെ തെളിയിക്കാൻ ഒക്കത്തില്ല. താങ്ക് യു. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു സമ്മറി പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. പറഞ്ഞു. ഇപ്പൊ നമ്മുടെ സൈമൺ ബ്രദർ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതിനപ്പുറത്തൊന്നും അതിനെക്കുറിച്ച് പറയേണ്ടതില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം എന്താ, അവിടെ ഏകജാതനെ കുറിച്ച് കരയുക എന്നുള്ളതല്ല, അവിടെ പോലെ എന്നുള്ളൊരു പ്രയോഗം ഏതാ, അവിടെ ആ ഏകജാതനെ പോലെ, ജാതൻ ഒറ്റ മകൻ മാത്രമുള്ള ഒരു വ്യക്തി നഷ്ടമായാൽ ഏത് വിധത്തിലുള്ള കരച്ചിലാണോ ആ കരച്ചിലിന്റെ ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുമെന്ന. അല്ലാതെ ഇവിടെ യേശുക്രിസ്തുവിനെ അല്ല അവിടെ അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. അത് സൈമൺ ബ്രദർ വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്ന യേശുക്രിസ്തുവിനെ അല്ല, ആ യഹോവ അവിടെ ഒലിവുമലയിൽ യേശുക്രിസ്തു അല്ല വരുന്നത് എന്ന് ചിന്തിക്കുന്ന മറ്റു രീതിയിൽ വികൃതമാക്കുന്ന എല്ലാവർക്കും തലയ്ക്കിട്ടുള്ള ഒരു അടിയാണ് പ്രിയ സൈമൺ ബ്രദർ പറഞ്ഞത്. കർത്താവ് പ്രിയ ബ്രദറിനെ അനുഗ്രഹിക്കട്ടെ. അത് തന്നെയല്ല യഹോവ സാക്ഷി എന്ന് പറയുന്ന ഈ ശാപം മനുഷ്യന്റെ മേൽ വലിച്ചിഴച്ചു കൊണ്ടുവയ്ക്കുന്ന ഈ ദുരുപദേശം പൂർണ്ണമായിട്ട് മാറുവാൻ പര്യാപ്തമായിട്ടുള്ള സന്ദേശങ്ങൾ നമുക്ക് കൊടുക്കാം. കർത്താവ് അനുഗ്രഹിക്കും. താങ്ക് യു പാസ്റ്റർ. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു ഇന്ന്. നമ്മള് വചനം നേരിട്ട് കാണിച്ച് അവർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചതികൾ ചിലപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു പോവുകയാണ്. ചിലപ്പോൾ ഇങ്ങനെ വചനങ്ങളെ മാറ്റി എഴുതിയത് കൊണ്ടായിരിക്കും ഈ പല യഹോവ സാക്ഷികൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളിൽ ഉള്ള സഹോദരങ്ങളാണ് നമ്മളോട് പലപ്പോഴും മുട്ടാൻ വരുന്നത്. ഈ കുരുവിള എന്ന് പറഞ്ഞിട്ടൊരു സഹോദരനുണ്ട്, പിന്നെ സണ്ണി മാപ്പിള എന്ന് പറഞ്ഞിട്ടൊരു സഹോദരനുണ്ട്. അവർക്കൊക്കെ ഈ ചതി അറിയാത്തത് കൊണ്ടായിരിക്കും ചിലപ്പം അവര് ഇതിനകത്ത് വീണുപോയത്. ഇങ്ങനെയൊക്കെ മാറ്റി എഴുതിയ വചനങ്ങളൊക്കെ വായിച്ച് ചിലപ്പോൾ അവരുടെ ആ ഒരു മാനസികമായ സന്തുലനം അവർക്ക് നഷ്ടപ്പെട്ടു. ചിലപ്പോൾ അവർക്ക് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാതെ പോയത്. എന്താ വെച്ചാൽ ആദിയിൽ നിന്നുള്ളത് നമ്മൾ കണ്ടു, അവര് ആരംഭമെന്നാക്കി, പിന്നെ പരിശുദ്ധാത്മാവിനെ ചലനശക്തിയാക്കി, പിന്നെ നമ്മൾ കണ്ടു ഇവിടെ
തെയോസ് തെയോണിനെ പറ്റി അവർക്ക് വലിയ ഗ്രാഹ്യമില്ല. അവർക്ക് അവരെ ആരോ ഗ്രീക്ക് പഠിപ്പിച്ചതിനകത്ത് അവരോട് പറഞ്ഞു തെയോസ് എന്നുള്ളത് മാത്രം യേശുവിന് മാത്രമുള്ളതാണ്, തെയോൺ എന്നുള്ളത് ദൈവത്തിന് മാത്രമുള്ളത്. അതും നമ്മൾ കണ്ടു. അവിടെ ദൈവം അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ പോയി കണ്ടപ്പോഴത്തേക്ക് പിതാവിന് വേണ്ടി തെയോസ് എന്നുള്ള വാക്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ തെയോസ് തിയോൺ എന്ന് ഉപയോഗിക്കുന്നത് അത് ഗ്രാമാറ്റിക്കലി ഉള്ള കാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാത്തോണ്ടായിരിക്കും, ചിലപ്പോൾ ഗ്രാഹ്യം ഇല്ലാത്തോണ്ടായിരിക്കും. കുറച്ചുകൂടെ ഗ്രീക്ക് ചിലപ്പോൾ ഇനിയിപ്പോ ഏതെങ്കിലും ഗ്രീക്ക് യൂണിവേഴ്സിറ്റിയിൽ പുതിയ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും. പിന്നെ നമ്മൾ കണ്ടു യഹോവയ്ക്ക് ഒരു ശരീരമുണ്ടോ, എങ്കിലേക്ക് നോക്കി എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള പ്രവചനം. അതായത് യേശു ക്രിസ്തു തിരിച്ച് ഈ ലോകത്തിൽ വരുമ്പോൾ കുത്തിത്തുളച്ച ഒരു ശരീരമായിട്ട് തിരിച്ചു വരുമ്പോൾ പിതാവിന്റെ മഹത്വത്തിൽ വരുന്നു. അപ്പോൾ യഹോവ തന്നെയാണ് ആയിട്ട് വരുന്നത് എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ആ ഒരു വചനത്തെ കോട്ടിക്കളയുക. യേശു തന്നെ പറഞ്ഞു, പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പോൾ സക്കറിയാവിന്റെ പുസ്തകത്തിൽ യഹോവയുടെ അരുളപ്പാടെന്ന് പറഞ്ഞ് അവരെങ്കിലേക്ക് നോക്കും, അവർ കുത്യവങ്കിലേക്ക് നോക്കി വിലപിക്കും എന്നുള്ള വചനം, അതിനെ കോട്ടിക്കളഞ്ഞ കാര്യം നമ്മൾ കണ്ടു. പിന്നെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് നമ്മൾ കണ്ടു മറ്റെല്ലാം എന്നുള്ള കാര്യം കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ ആദ്യം ജനിച്ചവൻ എന്നാക്കുക. ആദ്യം ജനിച്ചവനായിരുന്നെങ്കിൽ ആദാമിന് മുമ്പേ ജനിച്ചവനായിരിക്കണമായിരുന്നു. ആദാമിന് മുമ്പേ ജനിച്ചിട്ടില്ല, ആദാമും ജനിച്ചവനല്ലായിരുന്നു. ആദാമിനെ ദൈവം മണ്ണുകൊണ്ടുണ്ടാക്കി സൃഷ്ടിച്ചതാണ്. അവൻ ജനിച്ചത് മറിയയുടെ ഗർഭത്തിൽ നിന്നാണെന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് വചനത്തിനകത്ത് അറിയാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ ആദ്യനും അന്ത്യനുമാണ്. അവന്റെ ആത്മീയ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. വചനം എന്ന ദൈവത്തിന്റെ ആത്മാവ്, അത് ആദിയിൽ ദൈവത്തിന്റെ ആത്മാവ്, അവര് ചലനശക്തി മാത്രമാക്കി മാറ്റിയ ആ ദൈവത്തിന്റെ ആത്മാവാണ് അവിടെ ആദിയിൽ കൂടെ ഉണ്ടായിരുന്നെന്നുള്ള വളരെ വ്യക്തമായ വാക്യങ്ങൾ കണ്ടു. ഇന്നത്തെ വാക്യങ്ങൾ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ റിസോഴ്സസ് എല്ലാം ഓൺലൈൻ അവൈലബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും യഹോവ സാക്ഷിയുടെ വചനങ്ങൾ എടുക്കാം. ഞാൻ എടുത്ത വാക്യങ്ങളെല്ലാം ഇന്റർലീനിയർ എന്നുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇന്റർലീനിയർ ബൈബിൾ വേഴ്സസ് എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ നമുക്ക് കിട്ടാവുന്നതാണ്. ഇതെല്ലാം ദൈവം ഈ അന്ത്യകാലത്ത് നമുക്ക് ഫ്രീയിൽ അവൈലബിൾ ആക്കിയതാണ്. ഇതൊന്നും ഞങ്ങൾ വിദ്വാൻമാരായിട്ട് കണ്ടതല്ല. ഇതെല്ലാം ദൈവം ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതും ഇന്ന് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ദൈവമക്കളാവുന്നവർക്ക് സത്യം പോയി തിരഞ്ഞെടുക്കുവാൻ വേണ്ടി വളരെ വ്യക്തമായിട്ട് ദൈവം തന്നിരിക്കുന്ന വലിയ അവസരമാണ്. എല്ലാവർക്കും ഇത് കണ്ട് മനസ്സിലാക്കി സത്യത്തിൽ വരുവാൻ ഉള്ള കാലമാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. എല്ലാവരെയും ദൈവം ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. സത്യം നിങ്ങൾ അറിയട്ടെ, സത്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള ആ ഒരു സ്നാനത്താൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവം ഏകൻ എന്നും അത് യേശു ക്രിസ്തു തന്നെ ഏക സത്യ ദൈവമെന്നും അവന്റെ നാമത്തിലുള്ള സ്നാനത്തിൽ കൂടെ പരിശുദ്ധാത്മാവിനെ ലഭിച്ച് നിങ്ങൾക്ക് സത്യം ഗ്രഹിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിനെ ഇവിടെ ഞാൻ ചുരുക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.